ഒടുവിൽ SIR ഭീകരത ലോകമാകെ ചർച്ചയാവുകയാണ്. SIR എന്നത് ന്യൂനപക്ഷ വേട്ട തന്നെയാണെന്ന് ഐക്യരാഷ്ട്രസഭ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. SIR ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഗുരുതരമായി ബാധിച്ചെന്ന് വ്യക്തമാക്കി UN-ന്റെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ, അഭിപ്രായ സ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യം എന്നീ വിഷയങ്ങളിലെ പ്രത്യേക ദൂതന്മാർ ഇന്ത്യക്ക് കത്തയച്ചിരിക്കുകയാണ്. 3 UN പ്രത്യേക റിപ്പോർട്ടർമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന വോട്ടർ പട്ടികയുടെ പ്രത്യേക സമഗ്ര പുനഃപരിശോധന അഥവാ SIR നടപടിക്രമത്തിൽ പ്രത്യേകിച്ച് പശ്ചിമ ബംഗാളിൽ നടന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ചാണ് ഇന്ത്യൻ സർക്കാരിന് കത്തയച്ചിരിക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബംഗാളി മുസ്ലിം വോട്ടർമാർ ഉൾപ്പെടെയുള്ള അർഹരായ വോട്ടർമാർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടാതിരിക്കാൻ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് വിശദാംശങ്ങൾ ആവശ്യപ്പെട്ട് മെയ് 1 ഐക്യരാഷ്ട്രസഭ കേന്ദ്ര സർക്കാരിന് കത്തെഴുതിയിരുന്നു. SIR നടപടിക്രമം സുപ്രീം കോടതി ശരിവെച്ചിരുന്നു. ഇത് നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികാരമുണ്ടെന്ന് വിധിച്ചുകൊണ്ട് നിയമസാധുത ചോദ്യം ചെയ്ത ഹർജികൾ കോടതി തള്ളിക്കളയുകയാണുണ്ടായത്. എന്നാൽ UN ഇടപെടൽ SIR-ന്റെ മറവിൽ നടന്ന അട്ടിമറികളെ കുറിച്ച് ചൂടുപിടിച്ച ചർച്ചകൾക്ക് വഴി തുറക്കുകയാണ്. ലക്ഷക്കണക്കിന് വോട്ടർമാരുടെ പേരുകൾ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനെ കുറിച്ച് ആശങ്കയുണ്ടെന്ന് UN റിപ്പോർട്ടർമാർ അറിയിച്ചിരിക്കുകയാണ്. മുസ്ലിങ്ങൾ, ബംഗാളി വംശജർ, മറ്റു ന്യൂനപക്ഷങ്ങൾ, വിദേശികളും അനധികൃത കുടിയേറ്റക്കാരുമെന്ന് തെറ്റായി മുദ്രകുത്തി ഒഴിവാക്കപ്പെടുകയാണെന്ന വിമർശനം ഈ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. ഇന്ത്യൻ തെരഞ്ഞെടുപ്പുകൾ നിരീക്ഷിക്കുന്ന ഒരു സ്വതന്ത്ര സമിതി 2025 ആഗസ്റ്റിലും 2026 ഏപ്രിലിലും സമാനമായ പരാതികൾ UN മനുഷ്യാവകാശ ഓഫീസിന് നൽകിയിരുന്നു. ബീഹാറിലെ SIR നടപടിക്രമത്തെ തുടർന്ന് മുസ്ലിങ്ങളും മറ്റു ന്യൂനപക്ഷങ്ങളും വൻതോതിൽ വോട്ടവകാശം നഷ്ടപ്പെടുകയും പൗരത്വരഹിതരാക്കപ്പെടുകയും ചെയ്യുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്നാണ് പൊതു ആവശ്യം. പശ്ചിമ ബംഗാളിൽ മാത്രം 27 ലക്ഷം വോട്ടർമാർ തങ്ങളുടെ പേരുകൾ നീക്കം ചെയ്തതിനെതിരായ അപ്പീലുകൾ ട്രൈബ്യൂണലുകളിൽ കെട്ടിക്കിടക്കുന്നതിനിടെ തന്നെ 2026 ഏപ്രിലിലെ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. രേഖകളിലെ ചെറിയ അക്ഷരപ്പിശകുകളോ പേരിലെ ചെറിയ വ്യത്യാസങ്ങളോ പോലും വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടാനുള്ള കാരണമായി ഉപയോഗിച്ചു. മതന്യൂനപക്ഷങ്ങളെ രാഷ്ട്രീയമായി ലക്ഷ്യമിടാൻ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതായുള്ള വിമർശനത്തെ ഈ കണ്ടെത്തലുകൾ ശരിവെക്കുകയാണ്. ഈ നടപടി ഇന്ത്യ അംഗീകരിച്ചിട്ടുള്ള വംശീയ വിവേചനം ഇല്ലാതാക്കുന്നതിനുള്ള അന്താരാഷ്ട്ര കൺവെൻഷന്റെയും 1992 ന്യൂനപക്ഷാവകാശ പ്രഖ്യാപനത്തിന്റെയും വിരുദ്ധമായ നടപടിയാണെന്ന് ഐക്യരാഷ്ട്രസഭ ഇന്ത്യയെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതോടൊപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കളും സർക്കാർ ഉദ്യോഗസ്ഥരും നടത്തിയ പ്രസ്താവനകൾ നമുക്ക് മുൻപിലുണ്ട്. കണ്ടെത്തുക, ഒഴിവാക്കുക, നാട് കടത്തുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഈ നാട് കേട്ടതാണ്. UN നീക്കം SIR-നെ ശുദ്ധീകരിക്കാൻ വഴി തുറക്കുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്.